ജർമ്മനിക്കെതിരായ ഫൈനൽ ദിവസമാണ്. എനിക്ക് കളിക്കണമായിരുന്നു. എന്നാൽ അന്ന് രാവിലെ റയൽ മാഡ്രിഡിൽ നിന്ന് കത്ത് വന്നു, എന്നെ കളിപ്പിക്കരുത് എന്നും പറഞ്ഞ്. എന്നെ വിൽക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ആ ക്ലബ്ബ്. പക്ഷേ എനിക്ക് കളിക്കണമായിരുന്നു. ഞാൻ സബല്ലയുടെ അടുത്തേക്ക് വന്നു. നോക്കൂ, എന്നെ കളിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് പകരം എൻസോ പെരസിനെയാണ് ആദ്യ 11-ൽ അന്ന് കോച്ച് ഉൾപ്പെടുത്തിയത്. എങ്കിലും പിന്നീട് എന്നെ വിളിക്കുമെന്നോർത്ത് ഞാൻ സൈഡ് ബെഞ്ചിലിരുന്നു. പക്ഷേ കോച്ച് എന്നെ വിളിച്ചില്ല. ആ കളിയിൽ അർജന്റീന തോൽക്കുന്നുണ്ട്. അസാധ്യമായൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് തൊട്ടടുത്ത് വെച്ച് ഞങ്ങൾ ചിതറി വീണു. ഡിമരിയുടെ കഥ ഇനിയുമുണ്ട്. ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ കളിക്കിടെ ഏഞ്ചൽ ഡിമരിയ നോക്കുകയായിരുന്നു. 2 ഗോളിന് മുന്നിലെത്തിയ ശേഷം മൈതാനത്തിന് പുറത്തേക്ക് പോകുന്ന ഏഞ്ചൽ ഡിമരിയ. ഏതാനും നിമിഷങ്ങൾക്കകം എംബാപ്പ ഗോളുകൾ തിരിച്ചടിച്ചപ്പോൾ അയാളുടെ മുഖം നിങ്ങൾക്ക് കാണാമായിരുന്നു. സന്തോഷം മങ്ങി